ഇപ്പോൾ ഈ കാണുന്ന ക്വാളിസ് കസ്റ്റമർ ഡ്രൈവ് ചെയ്ത് വരുന്ന ടൈമിൽ പെട്ടെന്ന് വഴിയിൽ ഓഫായി പോയൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കി, നമ്മൾ വർക്ക്ഷോപ്പിനടുത്തായിരുന്നു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നുമല്ല, നോർമലി ഉള്ളതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ പൊക്കിയെടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ടൈം ബെൽറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ ഈ ബെൽറ്റ് പൊട്ടാനൊരു കാരണമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈ ഒരു വീല് കണ്ടോ, ഇത് ടൈമിംഗ് ബെൽറ്റിൻ്റെ ഐഡിയൽ വീലാണ്. അതായത് ആ ബെൽറ്റ് കറക്റ്റ് വേയിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽ വീലാണ്. അപ്പോൾ ഇതിൻ്റെ ബെയറിങ് സ്റ്റക്കായിട്ട് ഈ വീല് സ്റ്റക്കായി, അങ്ങനെ ബെൽറ്റ് പൊട്ടി. ഇതിപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, നോർമലി ഈ ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് മാത്രം ചേഞ്ച് ചെയ്യും. എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ ചേഞ്ച് ചെയ്യാനുള്ള ഈ ബെയറിങ്ങോ വാട്ടർ പമ്പോ കാര്യങ്ങളൊന്നും മാറാതെ ബെൽറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ ബെൽറ്റ് മോശമായാലും മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനൊരു വീല് സ്റ്റക്കായെങ്കിൽ പോലും ടൈം ബെൽറ്റ് പൊട്ടി നമുക്കൊരു പണി കിട്ടും. ഇപ്പോൾ എന്തായാലും എൻജിൻ ഫുള്ള് പോയി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഒന്നെങ്കിൽ റീബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ റിപ്ലേസ് ചെയ്യുക, അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.